നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ ഒരുപാട് വാർത്തകൾ എന്ന് കണ്ടു. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെലവ് മന്ത്രിമാരുടെ അതിന് മുഖ്യമന്ത്രി മാത്രം 77 ലക്ഷം ചില 78 ലക്ഷത്തോളം രൂപ വാങ്ങിച്ചിരിക്കുന്നു. ഇതൊന്നും അമേരിക്കയിൽ പോയി ചികിത്സിച്ച കാണത്തില്ല, ഇവിടുത്തെ ആയിരിക്കും ഇത്. അതാണ് സാധ്യത. അമേരിക്കയിലൊന്നും കാണത്തില്ല. അല്ല, മന്ത്രി കെ കൃഷ്ണൻകുട്ടി 32 ലക്ഷവും ഉണ്ട്. ഒന്ന്, രണ്ട് ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, ഈ മാറാരോഗികൾ എന്തിനാണ് ഭരിക്കുന്നത്? ഇവർക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ? സ്വാഭാവികമായി വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കും. ഇവർക്ക് വയ്യെങ്കിൽ ഇവർ വീട്ടിലിരുന്ന് കുടുംബം നോക്കി അവർ വീട്ടുകാർ നോക്കിയാൽ പോരെ. രണ്ട്, ഇവരുടെ ചികിത്സാ ചെലവ് നമ്മുടെ പുറത്ത് എന്തിനാ വെക്കുന്നത്? ഇവരുടെ വീട്ടുകാർക്ക് എടുത്തുകൊണ്ട് ഇവർക്ക് വരുമാനം ഉണ്ടല്ലോ. ഉണ്ട്. അത്ര സർക്കാരിന്റെ ഇൻഷുറൻസ് സംവിധാനം വേറെ ഇരിക്കുകയല്ലേ അവിടെ. അതാണ്, ഇവർക്ക് മെഡിസിപ്പ് ഉണ്ട്, മറ്റേ എന്തോ അല്ലെ സ്വകാര്യ ഇൻഷുറൻസ്. നമ്മൾ പോലും, ഞാൻ ഇൻഷുറൻസ് എടുത്ത് കഴിയും, നമ്മളെല്ലാവരും സ്വകാര്യ ഇൻഷുറൻസ് എടുത്ത് കഴിയുന്ന ആളാണ്. ഒരു അസുഖം നമ്മൾ ആശുപത്രി ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഇതാണ് ആദ്യം കൊടുക്കുന്നത്. അവർ ചോദിക്കുന്നത് ഇത് വേണ്ട. അങ്ങേയറ്റത്തെ മോശമല്ലേ? അത് മാത്രമല്ല, ആരും മോശക്കാരല്ല, അപ്പുറത്തുള്ളവരും ഇത് തന്നെയാണ്. ഇവിടെ ഇതിന്റെ രണ്ടാം ഭാഗം നോക്കണം. ഇതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷനിൽ അടിച്ചു മാറ്റുന്നതാണ്. അടിച്ചു മാറ്റലിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, അത് നമുക്ക് കിടക്കാം. ഈ സാമൂഹ്യക്ഷേമ പെൻഷനിൽ ഇവർ കുറേ മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ യോഗ്യതയില്ല. 1 ലക്ഷം വാർഷിക വരുമാനം എന്ന് വെച്ചാൽ 10,000 രൂപയെങ്കിലും നിങ്ങൾക്ക് മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ, ഇൻകം ടാക്സിന് റിട്ടേൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് 2 ഏക്കർ ഭൂമിയിൽ കൂടുതലുണ്ടെങ്കിൽ ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥനോ പെൻഷൻകാരനോ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരോ ഇങ്ങനെ ഒന്നും ആർക്കുമില്ല. പാവപ്പെട്ടവർക്ക് മാത്രമുള്ള സാധനം. എന്നിട്ട് ഇവർ പറഞ്ഞ 60 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്. ഇവരെപ്പോഴും അഭിമാന പദ്ധതി എന്നാണല്ലോ പറയുന്നത്. എപ്പോഴും അഭിമാന പദ്ധതിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് 2 വലിയ തട്ടിപ്പ് പറയാതിരിക്കാൻ നിവൃത്തിയിൽ. ഒന്ന്, ഇപ്പോൾ പുതിയൊരു ഉത്തരവിറക്കിയിരിക്കുന്നു. കുടിശ്ശികയുണ്ട്, 6 മാസത്തെ കുടിശ്ശികയുണ്ട്. ഈ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നതിൽ മരിച്ചു പോയാൽ അവരുടെ അനന്തരാവകാശികൾക്ക് കുടിശ്ശികയിൽ അർഹതയില്ലെന്നാണ് പറയുന്നത്. അതിന്റെ യഥാർത്ഥത്തിൽ ഇവർ ജീവിച്ചിരുന്നപ്പോൾ സർക്കാർ കൊടുക്കേണ്ട കാശാണ്. അവരുടെ അവകാശികൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ അവകാശികൾ കൊടുക്കണ്ടേ? കാരണം ഇവരെ നോക്കിയതും ഇവരെ സംരക്ഷിച്ചതും അവകാശികളാണ്. ഈ പെൻഷൻ കൊടുക്കുന്നത്, ഞാൻ ചോദിക്കുന്ന, അത്യാവശ്യം കാശുള്ള വീട്ടിലെ ആരും അപ്പം എനിക്ക് വേണമെങ്കിൽ, എൻ്റെ അപ്പന് വേണമെങ്കിൽ എന്താ പറഞ്ഞത്, പെൻഷൻ അപേക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ അപ്പൻ്റെ പേരിൽ അത്രയും ഭൂമിയില്ലെങ്കിൽ അപ്പൻ്റെ ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് അപ്പന് വരുമാനം കുറവാണ്. അത് ഇളയനിയനാണല്ലോ വീട് നോക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ മേടിക്കോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് സർക്കാരിൻ്റെ 1,200 രൂപ മേടിച്ച് തിന്നേണ്ട ഗതികേടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് അപ്പനെ അമ്മയെ നോക്കാനായിട്ട് ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാശ്, ഇവർ മുടക്കിക്കൊണ്ടിരിക്കുന്ന കാശ് കുടിശ്ശികയെങ്കിലും കൊടുക്കണ്ടേ? മരിച്ചതിന് ശേഷം കൊടുക്കണ്ട. അതെ, ജീവിച്ചിരിക്കുമ്പം അവർ അവകാശപ്പെട്ടാണല്ലോ. അവർക്ക് അവകാശപ്പെട്ട സ്ഥലം സർക്കാർ. ഇത് മാത്രമല്ല, അതിനകത്തൊരു തട്ടിപ്പുണ്ടാവും. ഇത് നേരത്തെ പാസ്സായി പോയതാണല്ലോ, വൈകിപ്പോയി. ഈ കാശ് ഇങ്ങോട്ട് മാറും, ഈ ബാങ്കിലേക്കൊക്കെ വരും. ഇവർ മരിച്ചു പോയ ബാങ്ക് അക്കൗണ്ട് നോക്കുന്നില്ലോ. ഈ ബാങ്കിലിരിക്കുന്ന സഖാക്കൾ തന്നെ ഇപ്പം സഹകരണ ബാങ്കിലായിരിക്കും. കൂടുതൽ സഹകരണ ബാങ്ക് ആണ്, എല്ലാവരും അങ്ങോട്ട് നിന്ന് വാങ്ങിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ പണം തിരിച്ചു പോയതിൻ്റെ കണക്ക് പുറത്തു വിടണം. വലിയ തട്ടിപ്പ്. ഇനി ഇതിനേക്കാൾ സങ്കടകരമായ ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഭിന്നശേഷിക്കാരൻ. ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി, ഡെയ്സി എന്ന് പറയും, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തതാണ്. ഈ ഡെയ്സി ആൻറ്റിയുടെ അനിയത്തി ഭിന്നശേഷിക്കാരിയാണ്. നമ്മൾ ഓട്ടിസം ബാധിച്ച ആളാണ്. പറ്റൂല, വയ്യ. കിടപ്പല്ല, പക്ഷെ അവര് കൂട്ടത്തിൽ എപ്പോഴും സഹായിക്കണം. ബഹളം വെക്കും, ചിലപ്പം വയലന്റ് ആവും. ഒരു വയലന്റ് ആവുന്ന രീതിയൊക്കെ ഉണ്ട്. ഇച്ചിരി അത്യാവശ്യം പ്രായമായ പെണ്ണാണ് ഈ ചേച്ചി. ഈ ഡെയ്സി ആൻറ്റി ഇവരെ സ്നേഹപൂർവ്വം വളർത്തുകയാണ്. അവർക്ക് ആങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡെയ്സി ആൻറ്റി, അവരുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എന്നിട്ടും ഈ സഹോദരി അപ്പം ഇവർ റിട്ടയറായി. അപ്പം ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൈസ പൊടുന്നതിനെ അങ്ങ് നിന്നു. എന്താ പറയുക, ഭിന്നശേഷിക്കാർക്ക് പ്രായമോ വരുമാനമോ ബാധകമല്ല. കാരണം അവർക്ക് വരുമാനം ഇല്ലല്ലോ, അവർക്ക് 1 രൂപയില്ലല്ലോ. അപ്പം പക്ഷെ ഇവരെ സംരക്ഷിക്കുന്നത് ആരെ? ചേച്ചിയാണ്. അപ്പം ആരാണോ സംരക്ഷിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ഇത് തരത്തില്ല. അതൊരു ഭീകരമായ നിയമമാണ്. ഈ പറയുന്ന ഭിന്നശേഷിക്കാരെ ഇവർ നോക്കുന്ന അവരുടെ സുമനസ്സിനെ അവരെ ശിക്ഷിക്കുക. മാത്രമല്ല, അല്ലാത്ത ഒരാളെ നോക്കും പോലെ അല്ല, ഒരു അവർക്ക് അർഹതപ്പെട്ടതല്ലേ? ഈ ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ടതല്ലേ? അതിന് നോക്കുന്നവരുടെ സുമനസ്സിനെ ഇവരിങ്ങനെ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അന്യായമല്ലേ? അപ്പോൾ പിന്നെ അവർക്കില്ല. അപ്പം ഈ ഭിന്നശേഷിക്കാരോടൊക്കെ ഈ സർക്കാർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേട്, ഇതൊന്നും പ്രതിപക്ഷം വേണ്ടതുപോലെ എടുക്കുന്നില്ല. പ്രധാനമായി ഇപ്പോൾ ഈ പെൻഷൻ തട്ടിപ്പുണ്ടല്ലോ, ഇതിന് പ്രതിപക്ഷ സംഘടന പ്രതിഷേധിച്ചിട്ടുണ്ട്.
ഒന്നുമില്ല. കാരണം ഇവർ സംഘടിത ശക്തിയാണ് സർക്കാർ ജീവനക്കാരെപ്പോഴും. അവരെ ഭയം തന്നെയാണ്. എന്തിനാണ് ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നത്? 4 വർഷം മുമ്പ് സംഭവിച്ചതാണല്ലോ. രാജ്മോഹൻ, ഇവിടെ എന്താണ് സംഭവിച്ചത്? 1448 പേര്, അതും കോളേജ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ ഈ പെൻഷൻ കൈപ്പറ്റി. ഈ പെൻഷൻ കൈപ്പറ്റിയെന്ന് ഇവർക്ക് അറിയാമല്ലോ. ഈ 1600 രൂപ അപേക്ഷ കൊടുത്താലേ കിട്ടത്തുള്ളല്ലോ. അതെ, അപേക്ഷ കൊടുത്ത് ഇവർ ഈ സർക്കാർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിത് കൈപ്പറ്റി. ഇത് കണ്ടെത്തിയാൽ ഇവരെ ഫ്രോഡിന് പിടിച്ചകത്തിടണ്ടേ? ഫ്രോഡല്ലേ, തട്ടിപ്പാണ് നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പ്. ഇവരെ എങ്ങനെ ഒരു അധ്യാപകൻ, കോളേജ് അധ്യാപകൻ, ഈ കോളേജ് അധ്യാപകൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? പോലീസുകാരുണ്ട് കൂട്ടത്തിൽ. അല്ല, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നവരെ മാതൃകയാണല്ലോ, കുട്ടികൾക്ക് മാതൃകയാണല്ലോ അധ്യാപകൻ. അവർ തട്ടിപ്പല്ലേ പഠിപ്പിക്കത്തുള്ളൂ. ആദ്യം ഈ സർക്കാർ ചെയ്യേണ്ടത് ഇവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും പുറത്തു വിടണം, നിർബന്ധമായി. നാട്ടുകാരറിയട്ടെ, ഇതാ നമ്മുടെ കൂടെ നടക്കുന്ന ഈ വൃത്തികെട്ടവൻ, ഇവൻ ക്രിമിനലാണെന്നും ഇവൻ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നവനാണെന്നും നാട്ടുകാരറിയട്ടെ, ഒന്നാമത്തെ. 2, അവരിൽ നിന്ന് ആ പണവും അതിൻ്റെ പലിശയും പിഴയും ഈടാക്കണം. ഇപ്പം നമ്മൾ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിഴ അടയ്ക്കണം. 100 രൂപ വെച്ച് ഒരു ദിവസം നമ്മൾ പിഴ അടച്ചോണ്ടിരിക്കും. ഒരു ദിവസം 100 രൂപ. എന്നിട്ട് അതിൻ്റെ പലിശ. നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ കൃത്യമായി അടയ്ക്കുന്നവരാന്ന് വെച്ചോളുക. നമുക്ക് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ സമർപ്പിക്കാൻ വൈകിപ്പോയി. ഇപ്പം നമുക്ക് കോടതിയും കേസൊക്കെ ഉണ്ടായിരുന്ന കാരണം നമ്മുടെ കണക്കൊന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുത്തു. സമയത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പൈസ ഒക്കെ നമ്മൾ അടയ്ക്കണം, പക്ഷേ വൈകി ഓരോ ദിവസവും 100 രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവരോട് എന്താ ചെയ്യേണ്ടത്? പിഴ അടയ്ക്കണം, പിഴ ഈടാക്കണം, പലിശ ഈടാക്കണം. പ്ലസ് ഇവർ ഫ്രോഡ് ആയതുകൊണ്ട് ഇവർ ജോലി നിന്ന് പിരിച്ചു വിടണം. തട്ടിപ്പാണല്ലോ ചെയ്തിരിക്കുന്നത്. തട്ടിപ്പിന് നടത്തിയിരിക്കുന്നത്. അല്ല, മാത്രമല്ല ഇവർ ആരാണെന്ന് സമൂഹത്തിന് വെളിപ്പെടുത്തിയത്. അത് പ്രധാനമാണ്. നമ്മൾ മുമ്പ് ചില ഹോട്ടലുകളിൽ ചീത്തയ ഭക്ഷണം പിടിച്ചു എന്ന് പറയുന്നതല്ലാതെ ഹോട്ടലിന്റെ പേര് വരാറില്ല. ഇപ്പോഴും വരില്ല. ഇപ്പം ഞാനൊക്കെ ഈ ഇത്തരം വാർത്ത വരുമ്പം ഈ കോർപ്പറേഷനൊക്കെ വിളിച്ച ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വിളിച്ച ലിസ്റ്റ് അവർക്ക് ഭയങ്കര മടിയാ തരാം. അല്ല, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വൃത്തികേട് കാണിച്ച മനുഷ്യന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരുന്ന ഈ ഹോട്ടൽ ഉടമകളുടെ പേരും അവരുടെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? 4 കൊല്ലം മുമ്പ് എന്തോ സംഭവിച്ചു പറഞ്ഞു. 4 കൊല്ലം മുമ്പ് സംഭവിച്ചു. അന്ന് 2000-ലധികം ജീവനക്കാർ ഇതുപോലെ പെൻഷൻ വാങ്ങിച്ചു. സർക്കാർ അവസാനം മാതൃഭൂമിയിലൊക്കെ വാർത്ത വരുന്നു, സർക്കാർ ഇടപെടുന്നു, ഞങ്ങൾ ഇപ്പം ഇവരെല്ലാം മൂക്കിയത്ത് കളയെന്ന് പറയുന്നു. ഇവരെന്ന് തവണ വ്യവസ്ഥയിൽ ഈ പെൻഷൻ അങ്ങ് തിരികെ പിടിച്ചു. ഈ പൈസ തവണ വ്യവസ്ഥയിൽ സഹായം ചെയ്തു കൊടുക്കണമല്ലോ. അവരെ പിഴ ഈടാക്കിയിട്ടില്ല, അവരെ ശിക്ഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. അവരിപ്പോൾ സർവീസിൽ ഹാപ്പിയായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് വീട്ടിൽ സംസ്ഥാനിരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞേ, ഇതൊക്കെ ഈ പിച്ചച്ചട്ടി കൈയിട്ട് വാരുക, പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന അന്യായം. ഇവരെയൊക്കെ പേരും വിലാസവും നിർബന്ധം പ്രസിദ്ധീകരിക്കണം. അത് അങ്ങേയറ്റത്തെ അന്യായം. ഈ നാട്ടിൽ നടക്കുന്നതെല്ലാം ഇങ്ങനത്തെ വൃത്തികേടുകളാണ്, മുഴുവൻ ഇങ്ങനത്തെ വൃത്തികേടുകളാണ്. മുമ്പൊരിക്കലും ഒരാളൊരിക്കൽ പറഞ്ഞ അത് ശരിയാവാനാണ് സാധ്യത. അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന നിലയിൽ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ, അന്ന് വാട്ടർ അതോറിറ്റിയില്ല, അത് വേറെ എന്താണ്, വാട്ടർ അതോറിറ്റി തന്നെ, ഇതിൽ ഈ വകുപ്പിലെ എഞ്ചിനീയർമാർ പെട്ടെന്ന് മുന്നിൽ പണികളൊക്കെ കിടത്തി. ഇവരെല്ലാം ഓഫ് ചെയ്ത് കളഞ്ഞു. തിരുവനന്തപുരത്ത് ആശുപത്രി പോലും വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. അവസാനം അത് പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് എന്തൊക്കെ ചെയ്തു. പക്ഷേ കുറേ നേരത്തേക്ക് നഗരം സ്തംഭിച്ചു. അച്യുതാനന്ദൻ പറഞ്ഞ് ഈ ചെയ്ത എഞ്ചിനീയർമാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അല്ല, വലിയ കൂടിയ ആളിലൊക്കെയാണ് അച്യുതാനന്റെ കാലത്ത്. ഏത് സ്റ്റേഷന് മുമ്പ് നിരത്തി എന്നാണ് നാട്ടുകാരന്മാരെ കാണണ്ടെന്ന് പറഞ്ഞിട്ട്. ഒക്കെ വലിയ ആദ്യന്മാരെ, അന്നത്തെ വലിയ എഞ്ചിനീയർമാരൊക്കെയാണ്. യുവമാരെ നിരത്തി നിർത്തിയെന്നാണ് പറഞ്ഞത് അവിടെ കൊണ്ടുവന്നു. അല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻ്റെ രാജ്മോഹൻ വിശ്വം ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. നമ്മൾ മാത്രം പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത KSEBയിലെ ഒരു തട്ടിപ്പാണ്. എന്താന്ന് വെച്ചാൽ ഈ കേസ് ഞാൻ പണ്ട് മുതലേ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, KSEBയിലെ ഈ 10ാം ക്ലാസ് തോറ്റവർക്ക് സബ് എഞ്ചിനീയർ കലാപരിപാടി, അതിൻ്റെ എവിഡൻസ്. അതായത് നമ്മൾ പറഞ്ഞ ഒരാളോട് പറഞ്ഞിട്ട് ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു. ഈ വിവരാവകാശ അപേക്ഷയിൽ ഇവർ 1.5 കൊല്ലം, 1 വർഷം 10 മാസം അടയിരുന്നു. ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ട് തന്നിരിക്കുകയാണ് 450ഓളം പേര് 10ാം ക്ലാസ് തോറ്റവരെ സബ് എഞ്ചിനീയറിൻ്റെ ശമ്പളം വാങ്ങുന്നുണ്ട്. 1,34,000 രൂപ. 38 പേര് സബ് എഞ്ചിനീയർ മുകളിൽ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശമ്പളം വാങ്ങുന്നുണ്ട് 1.5 ലക്ഷം രൂപ. പിന്നെ 1,50,000 മേടിക്കുന്ന കുറെ അധികം ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ പിന്നെ ഓൺലൈനിൽ ഡോക്ടർ ബി അശോക് ആയിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, നമ്മുടെ KSEBിയുടെ വരെ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞ രസകര ഒരു കഥയുണ്ട്. അദ്ദേഹം നാട്ടിലുള്ളതാണോ സംശയമുണ്ട്. 2 പേര്, ഒരാൾ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായി പഠിച്ചു, അയാൾ എഞ്ചിനീയറിംഗ് പാസ്സായി, ഭാഭ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജോലി കിട്ടി. അതൊക്കെ വിട്ടിട്ട് വീട്ടിൽ അസൗകര്യം കാരണം നാട്ടിൽ വന്നു, ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയറായി, ചീഫ് എഞ്ചിനീയർ, വലിയ പദവിയിലെത്തി. ഈ പറഞ്ഞ 10ാം ക്ലാസ് തോറ്റ വേറൊരാൾ സബ് എഞ്ചിനീയറായിട്ട് എത്തുന്നു. അയാൾ പക്ഷേ യൂണിയൻ നേതാവാണ്. അയാൾ പറയുകയാണ് ഈ ചീഫ് എഞ്ചിനീയറുടെ അടുത്ത്, താൻ മറ്റേ എഞ്ചിനീയറിംഗ് പഠിച്ചതൊക്കെ ആയ ശരി തന്നെ, ഞാൻ
ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കാൻ നയപരമായ ഒരു തീരുമാനം തനിക്ക് എടുക്കാൻ പറ്റില്ല. പറ്റുന്നില്ല അവസ്ഥ. അതെ, ഇതിനകത്ത് നമ്മൾ പലരും ചർച്ച ചെയ്യാതെ വന്നൊരു വിഷയം 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം ഈ നിയമം കൊണ്ടുവന്നത്. അതായത് CITU യൂണിയൻ കൊടുത്തൊരു ശുപാർശയാണ്, ഈ വർക്കർ എന്ന നിലയിൽ KSEB ജോലിക്ക് കയറണമെങ്കിൽ 10ാം ക്ലാസ് തോറ്റിരിക്കണം എന്ന നിയമം കൊണ്ടുവന്നു. 10ാം ക്ലാസ് ജയിച്ചാൽ വർക്കറാൻ പറ്റത്തില്ല. ഈ തോക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. 99.99% വിജയ ശതമാനം. ഈ തോക്കുന്നവരെല്ലാം ഒരു പക്ഷേ KSRTCയിലെ ഏതെങ്കിലും ജീവനക്കാരുടെ ബന്ധുക്കളോ പരിചയക്കാരായിരിക്കും. കാരണം എങ്കിൽ മാത്രമേ ഈ പണിക്ക് കയറാൻ പറ്റുള്ളൂ. പറയേണ്ടി വരും. അല്ല, ഏതൊരു തമാശ പ്രോഗ്രാമും കണ്ടിരുന്നു ഒരു KSEBയുടെ ജീവനക്കാരൻ. എന്നിട്ട് ഇവരിങ്ങനെ ഇവിടെ വർക്കറായിട്ട് കയറിയിട്ട് അടുത്ത പ്രൊമോഷനാണ് ലൈൻമാൻ, അടുത്ത പ്രൊമോഷൻ ഓവർസിയർ, അടുത്ത പ്രൊമോഷനാണ് സബ് എഞ്ചിനീയർ. ഈ സബ് എഞ്ചിനീയർ ആണെങ്കിൽ ഒരു തുല്യതാ പരീക്ഷ പാസ്സാകണം. അത് വളരെ എളുപ്പത്തിൽ പറ്റും. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ITI കൊണ്ട് ഒരു പ്രമേയം കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അവരവിടെ നിങ്ങൾക്ക് പാസ്സായാൽ മതി, സാധനം തരും. ഇനി അത് മതി, സർക്കാർ നടത്തുന്ന പരിപാടി അല്ല. സർക്കാർ നടത്തുന്നതും വേണ്ട, ഏത് പ്രൈവറ്റ് ITI കൊടുത്താൽ മതി. ഇനി ഇവര് ഇതായില്ലെന്ന് വെച്ചോളൂ, എങ്കിലും ഇവർക്ക് ഓവർസിയറായിട്ട് തുടരാം. പക്ഷേ ഗ്രേഡ് ഉണ്ട്, ശമ്പളം കിട്ടും. അത് ഗംഭീര പരിപാടിയാണ്. ഇതിന്റെ രേഖയാണ് ഇന്ന് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ അതേ ഒരു കാര്യം ശ്രദ്ധിക്കണം. KSEBയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ഒരു പ്രസ്താവന ഇന്നുണ്ട്. 150 കോടി രൂപയാണ് ഒരു മാസത്തെ KSEBയുടെ വരുമാനം. 1950 കോടി രൂപയാണ് ഒരു മാസത്തെ ചെലവെന്ന്. പെൻഷനും ശമ്പളവും ബാക്കി ചെലവും. പെൻഷനും ശമ്പളവും 900 കോടി രൂപയുടെ വൈദ്യുതി വാങ്ങണം, 300 കോടി രൂപ പലിശ അടക്കണം. 1950 കോടി രൂപ, അതായത് 1800 കോടി രൂപ നഷ്ടത്തിലാണ് ഒരു മാസം KSEB ഓടുന്നത്. എങ്ങനെ ഓടാതിരിക്കുന്നത്? കാരണം ഈ ജീവനക്കാർക്ക് ഇങ്ങനെയാണ് തിരികെ. നമ്മൾ ഇടുക്കി ഡാമൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇത്രയും വാങ്ങിക്കൂട്ടിയാണ് വൈദ്യുതി. ഈ രാജ്മോഹൻ, ഇടുക്കി ഡാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തീർന്നല്ലോ. ഇപ്പോഴും ആ ഇടുക്കി കല്ലട ഇറിഗേഷൻ പദ്ധതി ഇവിടെ കൊല്ലത്ത് അവിടെ ഇപ്പോഴും ഈ ഇറിഗേഷൻ പദ്ധതി നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓഫീസുണ്ട്. അതൊക്കെ പണ്ടേ കഴിഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും 2-3 സബ് എഞ്ചിനീയർമാരും 2-3 സൂപ്രണ്ടന്മാരും ഒക്കെ ഇപ്പോഴും തസ്തികയുണ്ടായി. ഞങ്ങൾ നെടുമങ്ങാട് അടുത്തത് വേറൊരു ഓഫീസ് ഉണ്ടായിരുന്നു, വാമനപുരം ഇറിഗേഷൻ പ്രോജക്ട്. ഓഫീസുണ്ട്, പക്ഷേ വാമന ഇറിഗേഷൻ പ്രോജക്ട് നടപ്പാക്കിയിട്ടില്ല. അതായത് ഇവർ ഈ തസ്തികകൾ നിലനിർത്താൻ വേണ്ടി ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി സൃഷ്ടിക്കുന്ന ഒരു തസ്തികയും ഇല്ലാതാക്കത്തില്ല. ഇതാണ് ഇവരുടെ പ്രശ്നം. അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ വിഷയം സാമൂഹിക വിഷയങ്ങളാകുമ്പോൾ നമുക്ക് അവിടെ ആയിരിക്കാൻ പറ്റത്തില്ല. രാജ്മോഹൻ പറയൂ, ഞാൻ എന്നെക്കാൾ കൂടുതൽ രാജ്മോഹൻ ഞാൻ പറഞ്ഞു, ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിനിടെ പലപ്പോഴും അതില് ഹിസ്ബുള്ളയും ഇസ്രായേലും അതിന് വെടിനിർത്തലിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഫ്രാൻസും അമേരിക്ക എല്ലാം ഇടപെട്ടു. ഫ്രാൻസും അമേരിക്കയും ഇസ്രായേലും കൂടെ പ്രഖ്യാപിച്ചതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മളൊക്കെ ആദ്യങ്ങൾ പല വ്യവസ്ഥകളും വന്നു എന്ന് പറയുന്നെങ്കിൽ പോലും അതിലൊന്ന് ഈ 60 ദിവസമാണ് വെടിനിർത്തൽ എന്നുള്ളത് ഉറപ്പാണ്. അതിൽ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഹിസ്ബുള്ള ഇതിനിടയിൽ പ്രകോപനം ഉണ്ടാക്കിയാൽ ഇത് തിരിച്ചടിക്കാൻ ഇസ്രായേലിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്നതിൽ വ്യവസ്ഥ ഉണ്ടെന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് അത് എഴുതിയ കരാറിൽ അത് ഇല്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്നുണ്ട് ആ നിമിഷം ഞങ്ങൾ അടിക്കുമെന്ന്. തീവ്ര മറുപടി എന്നാണ് പറഞ്ഞത്. അല്ല, പക്ഷേ വേറൊരു കാര്യമാണ് രാജ്മാൻ, അത് വേണ്ടല്ലോ. കാരണം ഞാൻ പറഞ്ഞത് കരാറിൽ എഴുതി വെച്ചിരിക്കുന്ന എഗ്രിമെന്റുകൾ ആര് തോൽപ്പിച്ചാലും ആര് ലംഘിച്ചാലും കരാർ അസാധുവായി. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അത് ചെയ്താൽ ഞങ്ങൾ അടിക്കുമെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് മെയിൻ കരാറിൽ എന്താ പറയുന്നത്? പ്രധാനമായും പിന്നെ ഇപ്പൊ പറയുന്ന ഒന്ന്, ഈ തെക്കൻ ഭാഗങ്ങളിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികളുണ്ട്, തെക്കൻ അതിർത്തിയിലുള്ള അവരോടൊന്ന് മാറിപ്പോണം. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം. അങ്ങനെയുണ്ട്. അപ്പൊ ഇതെല്ലാം കാര്യങ്ങളും തീർത്തും പ്രായോഗികമാണോ എന്നൊരു സംശയമുണ്ട്. പ്രധാനമായും ഹിസ്ബുള്ള ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും കഴിഞ്ഞ ദിവസം അവർ ചെറിയ തോതിലുള്ള ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്ക് ഇസ്രായേൽ അവരടിച്ചൊതുക്കി വിട്ടു. എങ്കിൽ പോലും ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇപ്പോഴും ആർക്കും വന്നിട്ടില്ല. മാത്രമല്ല ഇസ്രായേലിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇപ്പോൾ ഈ ഒരു കരാറിനെതിരെ. അങ്ങനാണോ? കുറെ പേര് പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും ബന്ദികളുടെ കരാറിനെതിരെയുള്ള പ്രതിഷേധമല്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരാറിന് വ്യാപകമായ സ്വീകാര്യത ലഭിച്ചത് ഇറാൻ പോലും അംഗീകരിച്ചു. ഇസ്രായേലിനും സ്വീകാര്യതയാണുള്ളത്. ഇസ്രായേലിൽ ഉള്ളത് ഈ ബന്ധുക്കൾ വന്നിരിക്കുന്ന അവർ പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഹിസ്ബുള്ളയുടെ ആവശ്യമായിരുന്നു
ഈ പറയുന്ന ഒരു വെടിനിർത്തൽ. ഹിസ്ബുള്ളയുടെ നട്ടൽ ഇസ്രായേൽ ഇത്ര ദിവസം കൊണ്ട് ഊരി. നേതാക്കന്മാരും ഇല്ലല്ലോ, എല്ലാവരും ഒരു നേതാവും ഇല്ലാതെ പകരം ആളെ വെച്ചോ, ഒരാളെ വെച്ചിട്ട്. അയാൾ പക്ഷേ ഇറാനിലെങ്ങാണ്ട് താമസിക്കണം, അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ പകരം ആളെ വെച്ചിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇറാന് ഹിസ്ബുള്ളയെ സഹായിക്കാൻ കഴിയുന്നില്ല. അപ്പം ഈ പശ്ചാത്തലത്തിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരികയും ഇസ്രായേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇവർ പണ്ടുണ്ടായിരുന്ന സ്റ്റോക്ക് തീർക്കാൻ വേണ്ടി ചില റോക്കറ്റ് സ്റ്റോക്ക് തീർന്ന ലക്ഷണമാണ് കണ്ടിടത്തോളം. അപ്പോൾ ആ സ്ഥിതിക്ക് ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായി പിന്മാറേണ്ട സാഹചര്യമുണ്ടായി. അവരതിനു വേണ്ടി മുമ്പോട്ട് പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് അതായത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമല്ല, ഈ ലെബനീസ് ജനത ഗാസയിലെ ജനതയെ പോലല്ല. ഗാസയുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹമാസാണ്, അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെബനന് ഒരു സർക്കാരുണ്ട്. ലെബനന് അവരുടെ ഹിസ്ബുള്ളയ്ക്ക് നിയന്ത്രണമുള്ള ഏരിയകൾ ഉണ്ടെങ്കിലും ബെയ്റൂട്ടൊക്കെ ഭരിക്കുന്നത് സർക്കാരാണ്, സ്റ്റിയറിംഗ് പിടിക്കുന്നവരാണെന്ന് മാത്രമാണെന്നുള്ളൂ. അപ്പോൾ ലെബനീസ് ജനത എന്തിനാണ് സഫർ ചെയ്യുന്നത്? അവരെ വീടുകളിൽ കൊണ്ടുവന്ന് ഇവർ മിസൈൽ വയ്ക്കും, തട്ടും പുറത്ത് റോക്കറ്റൊക്കെ ചെയ്തുകൊണ്ട്. ഈ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതവും അവർക്ക് നഷ്ടപ്പെടുന്ന 40,000 പേര് മരിച്ചിരിക്കുന്നു ഗാസയിൽ. അത് കുറഞ്ഞ സംഖ്യയാണെന്നാണ് പറയപ്പെടുന്നത്, കൂടുതൽ ആളുണ്ടാവും പറയപ്പെടുന്നുണ്ട്. ഇത് ആര് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ലെന്ന് ലെബനീസുകാർക്കറിയാം. ഇപ്പൊ ഒരു കാരണവശാലും ഇറാനും ലെബനനും ഹിസ്ബുള്ളയ്ക്കൊന്നും ഇസ്രായേലിനെ തകർക്കാൻ പറ്റത്തില്ലെന്നും ഇസ്രായേല് പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടാലും ഒന്നും സംഭവിക്കത്തില്ലെന്നും ട്രംപ് അവിടെ അല്ലെങ്കിൽ പോലും സംഭവിക്കത്തില്ലെന്നും. കാരണം ഇന്നിപ്പം അമേരിക്ക കൂടുതൽ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കത് വളരെ വിചിത്രമായി തോന്നി. ഇപ്പം ഇന്റർനാഷണൽ കോടതി ഉത്തരവിടുന്ന ഒരാളെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നു. ഈ അറസ്റ്റ് വാറന്റ് രാജ്മോഹന്റെ പേരിലോ ഷാജസ്കരയുടെ പേരിലോ ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം ബ്രിട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസ് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ട്രീറ്റി ഡിപ്ലോമാറ്റിക് പൊസിഷനുള്ളവർക്ക് ബാധകമല്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് പാകിസ്ഥാൻ എംബസി നമുക്കുണ്ട്. പാകിസ്ഥാന്റെ അംബാസഡറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്താക്കാനേ പറ്റത്തുള്ളൂ, അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ സൗദി MBS നിർദ്ദേശാനുസരണം, സൗദി രാജകുമാരന്റെ നിർദ്ദേശാനുസരണം ഖഷോഗിയെ തട്ടിക്കൊണ്ടുപോയി തുർക്കിയിലെ എംബസിക്കകത്ത് വിട്ടിട്ട് പാക്ക് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു. ഇത് തപ്പാൻ വേണ്ടി എംബസിയുടെ ചുറ്റിനുമേ തുർക്കി പോലീസ് നടക്കാൻ പറ്റുന്നുള്ളൂ. ഡിപ്ലോമാറ്റിക് പരിരക്ഷ എന്ന് പറയുന്ന സംഗതി, ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ള ഒരാളെ, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുള്ള ഒരാളെ തൊടാൻ ഒരു രാജ്യത്തിന് സാധ്യമല്ല. അതാ മറ്റൊരു കരാറാണ്. അപ്പം ഈ പറയുന്ന നെതന്യാഹു ബ്രിട്ടനിലോ ഫ്രാൻസിലോ ചെന്നാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഡിപ്ലോമാറ്റിക് പരിരക്ഷയുണ്ട്. അത് ഇന്റർനാഷണൽ കോടതിയിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടെങ്കിലും ബാധകമല്ല. നിങ്ങളെ തന്നെയാണ് പിടിക്കാം. ഡിപ്ലോമാറ്റിക് പരിരക്ഷയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇത് തിരിച്ചറിയാനുള്ള വിവേകം ലെബനീസ് ജനതയ്ക്കുണ്ട്. അപ്പോൾ ലെബനീസ് ജനത അവർ സമാധാനം ആഗ്രഹിക്കുന്നു. അവിടെ ബഹളായി കഴിഞ്ഞപ്പോൾ ലബനീസ് സർക്കാരിന് പ്രശ്നമായി. മാത്രമല്ല ലെബനീസ് ജനത ഒരുപക്ഷെ അവർ റിവോൾട്ടിന് തയ്യാറാവാൻ പോലും സാധ്യത. കാരണം ഇപ്പം ഈ ഹിസ്ബുള്ള വീണ് കിടക്കുകയാണല്ലോ, ജനത ഇറങ്ങുകയും ഇസ്രായേൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ വലിയ മാറ്റമുണ്ട്. ബംഗ്ലാദേശിൽ പോലും ഇതല്ലേ, ബംഗ്ലാദേശിലോ ജനത രംഗത്തിറങ്ങിയപ്പം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്ക് ഇറങ്ങിപ്പോണ്ടി വന്നില്ലേ? ഈ ശ്രീലങ്കയില്, ഈജിപ്തില്, ശ്രീലങ്കയില്, ഇവിടെ എല്ലാം സംഭവിച്ചില്ലേ? റൊമേനിയയിൽ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റൊരു വഴിയില്ലാതെ വന്നപ്പോൾ അവർ ആയുധം വെച്ച് കീഴടങ്ങിയതാണ്. അപ്പോൾ ഇസ്രായേല് പതിയെ പിന്മാറും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ കരാർ വായിച്ചു നോക്കി. പതിയെ പിന്മാറും എന്ന് മാത്രമല്ല, ഹിസ്ബുള്ള പൂർണ്ണമായും പിന്മാറണം, ഒരാക്രമണം നടത്താൻ പാടില്ല. അവിടെയെല്ലാം പകരം വരേണ്ടത് ലെബനീസ് മിലിറ്ററിയാണ്. അപ്പൊ അതായത് ലെബനീസ് സർക്കാരിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണുള്ളത്. അവർ സർക്കാരിന് നല്ലതാണത്, അവർ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. പക്ഷേ ഇവരാണ് അവിടെ എല്ലാത്തിനും തടസ്സം സൃഷ്ടിക്കുവായിരുന്ന ഹിസ്ബുള്ള. അവിടെ ജനങ്ങൾ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ കഴിയുകയില്ല. തീവ്രവാദി ആക്രമണം, ഇവർ ഇവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുമ്പോൾ അവർ തിരിച്ച് പ്രത്യേകം നടത്തുമ്പോൾ കൊല്ലപ്പെടുന്ന സാധാരണക്കാരാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു സമാധാനത്തിന്റെ വാതിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇറാൻ ഇപ്പൊ തിരിച്ച് ഇസ്രായേലിനെ അടിക്കുന്നൊക്കെ പറയുന്നതിന് ഒന്നും സംഭവിച്ചില്ല. ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വേറൊരു കാര്യമാണ്. ലെബനനും ഹിസ്ബുള്ളയ്ക്കും സമ്മതമാണെങ്കിൽ നമുക്കും സമ്മതമാണെന്ന്. അതെ. അപ്പൊ ഇറാന്റെ ഗതികേടും അതാണ്. അയത്തുള്ള അലി ഖൊമേനി ഇപ്പം ജീവനിൽ ഭയന്ന് കഴിയുകയാണ്. അടിക്കുമെന്ന് പറയുന്നതല്ലാതെ അടിക്കാനുള്ള ധൈര്യം അവർക്കില്ല. അടിക്കുമെന്ന് പറഞ്ഞേ ഉള്ളൂ, അടിയില്ല, ധൈര്യം, അതിനുള്ള ഒരു ശേഷിയൊന്നുമില്ല. എന്ന് മാത്രമല്ല, ട്രംപ് വന്നതോടുകൂടി എല്ലാവരും വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഹെസ്ബുള്ള വളരെ കൃത്യമായി കാലിൽ പിടിച്ച് തടി തപ്പി രക്ഷപ്പെട്ടു പോയെന്ന് വേണം നമ്മൾ. പെട്ടിരിക്കുന്ന ഹമാസാണ്. തോഴന്മാര് സംസ്ഥാനം പറഞ്ഞ് കീഴടങ്ങി അവർ അതിന്റെ വഴിക്ക് പോയി.
ഹമാസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈജിപ്തിലെ പിന്നെ പ്രതിനിധികൾ വരുന്നുണ്ട്, സമാധാന ഇസ്രായേലിലേക്ക് വരുന്നുണ്ട് ഈജിപ്ത് പ്രതിനിധികൾ. പക്ഷെ അവർ വെക്കാൻ പോകുന്ന ഒരു വ്യവസ്ഥ ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത് ഹമാസിന്റെ അടുത്ത്. അത് അവർ കൊടുക്കാൻ നിർബന്ധമാണ്. അതായത് ഖത്തറിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇതുവരെ എല്ലാ ചർച്ചകളും നടന്നിരുന്നത്. ഇപ്പൊ ഖത്തർ അല്പം ഹമാസിനൊരു ലീനിയന്റ് ആയിരുന്നു, ഇവരവിടെ താമസിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ലീനിയന്റ് പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഖത്തറിനോട് പിണങ്ങാൻ ഇസ്രായേലിന് കഴിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഖത്തർ പതിയെ പിന്മാറും. കാരണം അവരുടെ ശ്രമം സത്യത്തിൽ ഹമാസിനെ അങ്ങനെയാണ് ഈജിപ്ത് രംഗത്ത് അവരുടെ വിശ്വസനീയത ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി. കാരണം അവിടെ താമസിക്കുകയല്ലേ. അപ്പം ഈജിപ്ത് രംഗത്ത് വരും. ഈജിപ്തിന് ഇസ്രായേലിനോട് താല്പര്യമുണ്ട് ഹമാസിന്. കാരണം ഹമാസ് ആരും ഈജിപ്തിൽ പോയി ധൈര്യമായിട്ട് കഴിയുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഈ ഇസ്രായേലിന്റെ ഡിമാൻഡുകൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവുകയും കൂടുതൽ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഹമാസിനും ഈ അവസ്ഥയുണ്ട്. ഹമാസും പറഞ്ഞു ഞങ്ങളും വെടിനിർത്താൻ തയ്യാറാന്ന് പറഞ്ഞു. അവർക്ക് നേതാവില്ല, ആയുധമില്ല, പണമില്ല, ഭരണമില്ല, ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവരിത് ചെയ്തത് എന്തുകൊണ്ടാണ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതിനു മുൻപ് ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് 1200 ഭീകരരെ വിട്ടുകൊടുത്ത. അപ്പൊ അങ്ങനെ ഒരു 200 പേരെ കൊണ്ടുപോയാൽ ഇവരെന്തായാലും വിട്ടുതരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ രംഗത്തിറങ്ങിയത്. പക്ഷെ ഇസ്രായേൽ ഹമാസിനെ തീർത്തേ മതിയാവുമെന്ന് വാശി കാണിച്ചതോടെ ഇവരുടെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇനിയില്ല. മാത്രമല്ല ഇനി 60 ദിവസം ഹിസ്ബുള്ളയുമായിട്ട് ഏറ്റുമുട്ടണ്ട എന്നുള്ള അവസ്ഥ ഇസ്രായേലിനുള്ളപ്പോൾ ആ 60 ദിവസം കൊണ്ട് അവർക്ക് ഹമാസിനെ നേരിടാം. ഹമാസിനെ നേരിടണമെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അന്വേഷിക്കാം. എന്ന് മാത്രമല്ല അവർക്ക് ഇറാനെ ഫോക്കസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇറാൻ ചാടി പറഞ്ഞത് സമാധാനം പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഇസ്രായേലിന്റെ വളരെ തന്ത്രപൂർവമായ നീക്കം ഗുണം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇസ്രായേൽ അങ്ങോട്ട് കടന്നു കയറി ലെബനിൽ കുറെ ഇസ്രായേൽ പട്ടാളക്കാരൊക്കെ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു സാഹചര്യം നേതൃനിരം മൊത്തം ഇല്ലാതാക്കി. അവർ ആയുധ സംവിധാനം മൊത്തം തീർത്തു. ഹിസ്ബുള്ളയ്ക്ക് ഇനി ഇല്ല. അതാണ് സത്യത്തിലെ അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിൽ ചില പ്രതിഷേധക്കാർ പറയുന്നത് അവരാളുടെ വീണ് കിടക്കല്ലേ, പിന്നെ യുവമാർ പിന്നെ എന്തിനാണ് വെടിനിർത്തലിന് പോകുന്നതെന്നാണ് ബെൻഗീവർ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അക്കാര്യത്തിൽ എതിർപ്പുള്ള ഈ കാര്യത്തിൽ. അത് ഇസ്രായേൽ എക്കാലത്തും ഈ തീവ്ര നാഷണലിസ്റ്റ് ഉണ്ട്. അതായത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആണല്ലോ ഇസ്രായേലിനുള്ള സൊല്യൂഷൻ. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനിൽ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന രാജ്യവും ഇസ്രായേൽ എന്ന രാജ്യവും നിലനിർത്തുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ, പൊതുവെ സൊല്യൂഷൻ എപ്പോഴും. പക്ഷെ അത് വേണ്ട, ഫലസ്തീൻ വേണ്ട, ഇസ്രായേൽ മാത്രം മതി എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ വേണ്ട, ഫലസ്തീൻ മാത്രം മതി എന്നാണ് ഹമാസ് പറയുന്നത്. അതുപോലെ ഫലസ്തീൻ വേണ്ട, ഇസ്രായേൽ മാത്രം. അവർ ഈ തീവ്ര വലതുപക്ഷക്കാരായിരിക്കാം. അവര് പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഈ മനുഷ്യനെ കൊന്നുകളയേണ്ടത് മനുഷ്യരെയാണ്. കുഞ്ഞുങ്ങളെയും. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫലസ്തീനിൽ ജനത ഹമാസിനെ കൈവിടുക, ഫലസ്തീൻ ജനതയെ ലോകം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ സഹായിക്കും, നിർമ്മിക്കുക, and അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതേസമയം മറുഭാഗത്ത് ഇസ്രായേലിനെ ഉപദ്രവിക്കാതിരിക്കുക. ഇതാണ് ഒരു വഴി എന്നുള്ളത്. അപ്പം ഈ ഹിസ്ബുള്ള ഒതുങ്ങിയതോടുകൂടി അപ്പോൾ അവരെനിക്ക് കുറച്ച് ഡിമാൻഡ് വെച്ചിരിക്കുന്ന ഹിസ്ബുള്ള ആയുധ ശേഖരം നടത്താനൊന്നും അനുവദിക്കുന്നതൊക്കെ ഉണ്ട്. എന്തായാലും ഇസ്രായേൽ ഒരു കണ്ണു വെച്ചേക്കും. ഇപ്പൊ തന്നെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ അവിടെ ചുറ്റും റോന്ത് ചുറ്റുന്നുണ്ടെന്നാണ് ചെയ്യുന്നത്. ഇസ്രായേൽ തീർച്ചയായും. മാത്രമല്ല ഇസ്രായേൽ അങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് പോകില്ല. ഇനി അല്ലേ തന്നെ ഇറാനിൽ ഇസ്രായേലിന് ചാരന്മാരുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അവിടുത്തെ സുരക്ഷിത സൈന്യത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ അവിടെ കൊല്ലപ്പെട്ടു. അപ്പം അത് വലിയ കാര്യമൊന്നുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇതൊരു വിഷയമേ അല്ല അവർക്ക്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ മുമ്പിൽ ഹിസ്ബുള്ള തോറ്റ് ഓടി എന്ന് തന്നെയാണ്. ഹമാസും അടുത്ത് കീഴടങ്ങി. ഹമാസിനും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഹമാസിന് മുമ്പുള്ള വഴി എന്ന് പറയുന്നത് കീഴടങ്ങൽ തന്നെയാണ്. ഇതൊരു പക്ഷേ ലോകത്തിന് സമാധാനത്തിന് വഴിതെളിക്കാം. ഒരു വലിയ ഇനി റഷ്യ യുക്രൈൻ യുദ്ധം അവിടെ നിൽക്കുന്നതെന്നുള്ളത് വെച്ചാൽ ഇതൊരു പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഇതോടുകൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അതുണ്ടാവാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ പോലൊരു രാജ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ പറഞ്ഞ ഒരു രാജ്യത്തിനും കഴിയില്ല. ഇറാന് കഴിയില്ല. അപ്പോഴാണ് പിന്നെ ഹിസ്ബുള്ളയും ഹമാസും പറ്റില്ല. പിന്നെ ഇവർ പിടിച്ചു നിൽക്കുന്നത് ഈ ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിന്തുണയും മുസ്ലിം ജനതയുടെ ഒരു വികാരവും കണക്കിലെടുത്താണ്. ആ വികാരം കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ആ വികാരം കൊണ്ടാണ് ഇത്ര കാലം. പക്ഷേ ഇസ്രായേൽ തീരുമാനമെടുത്തു, ഇനി ഞങ്ങളില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ വഴിയില്ല. അതുകൊണ്ടാണല്ലോ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ച എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ആദ്യം ഹോസ്റ്റേജിനെ വിട്ടുതരിക എന്നുള്ളതാണ്. ഹോസ്റ്റേജിനെ വിട്ടു തന്നാലും ഇസ്രായേൽ ഹമാസിനെ വെറുതെ വിടില്ല. കാരണം
ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ചോര ചിന്തിയ ദിവസങ്ങളാണ് അവർ ചെയ്തത്. അവരുടെ സകല അവകാശവാദങ്ങളെയും തെറ്റിച്ചുകൊണ്ട് അവർ അകത്ത് കയറി ആക്രമിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇസ്രയേലിന് മുമ്പിലുള്ള വഴി ഹമാസിനെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഈ ഹമാസിനെ തുടച്ചു നീക്കാനുള്ള ഈ ശ്രമത്തിന് ചുറ്റിനും കിട്ടുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയോട് പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല, നിങ്ങൾ ഷിയാകളാണ്, ഞങ്ങൾ യുദ്ധം ചെയ്ത സുന്നികളായിട്ടാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. അവർ യഥാർത്ഥത്തിൽ ഈ ഹിസ്ബുള്ള ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെ നേരിടാനല്ല, അവർ സൗദിയെ നേരിടാനാണ്. അടിസ്ഥാനപരമായി സുന്നി ഷിയ അധികാര തർക്കത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഇറാന്റെ ഈ പോഷക സംഘടനകളെല്ലാം. അപ്പൊ അവരുടെ താല്പര്യം ഹൂത്തിയാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഷിയ ഭരണം, സുന്നി ഇല്ലായ്മയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ സൗദി അറേബ്യയിലേക്ക് ബോംബിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേൽ ഇവരുടെ പൊതുശത്രുവായി മാറിയതുകൊണ്ടും സൗദിയും UAEയും ഒക്കെ ഇസ്രയേലിനോട് മിത്രങ്ങളായതുകൊണ്ടുമാണ് അവർ രംഗത്തിറങ്ങിയത്. അപ്പോൾ ഇസ്രായേൽ അവിടെ ചെന്നിട്ട് ഹിസ്ബുള്ളയോട് പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ തകർത്ത്. ഒരു ആവശ്യമില്ലാതെ യുദ്ധത്തിൽ ചെയ്യാൻ ഇറങ്ങിയത്. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് അവർ കടന്നു കയറുന്നു. ഒക്ടോബർ 8 പിന്തുണ പ്രഖ്യാപിച്ചു ഹിസ്ബുൾ ആക്രമണം ആരംഭിക്കുകയാണ്. ഒരു കാര്യമില്ല. ഇറാന്റെ കാര്യവും അങ്ങനെയല്ലേ? ഇറാന്റെ രാഷ്ട്രീയമല്ലല്ലോ ഹമാസിന്റെ രാഷ്ട്രീയം. പിന്നെ എന്തിനാണ് ഇറാൻ ഈ വേണ്ടാന്ന് ഇറങ്ങിയത്? എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്രായേൽ വലിയ മുന്നേറ്റമാണ് യുദ്ധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ ലക്ഷ്യത്തിൽ ഉറച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വെടിനിർത്തൽ ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഹിസ്ബുള്ളയുടെ കീഴടങ്ങൽ ഇത് ഹമാസിനും ചെയ്യേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത. അവരുടെ ഡിമാൻഡുകളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഹമാസിന് കൃത്യമായി കീഴടങ്ങേണ്ടി വരും. ഒരു വലിയ ലോകത്തിൻ്റെ സമാധാനത്തിലേക്ക് വലിയൊരു മാറ്റമാണ്. ഇതിൻ്റെ ഇടയിൽ ആകെ ഒരു തലവേദന ഉള്ളത് യുക്രൈൻ ഉണ്ടാക്കുന്ന പ്രകോപനം. അസത്തിൽ അതെല്ലാം തീർന്നു എന്ന് കരുതിയപ്പോഴാണ് ബൈഡന്റെ അനുമതിയോടെ ഇവർ ഭൂഖണ്ഡാന്തര മിസൈലുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യും പുടിൻ. അതുകൊണ്ട് പിന്നെ അണ്വായുധം പോയി വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ സ്വീഡനിൽ ശാന്തചേട്ടനെ വിളിച്ചപ്പോൾ പറയായിരുന്നു, അവിടെ വീടുകളിലൊക്കെ ലീഫ്ലെറ്റുകൾ എത്തിച്ചു കഴിഞ്ഞു, നിങ്ങൾ ബോംബാക്രമണം ഉണ്ടായാലും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വീഡനിലൊക്കെ സർക്കാർ കൊടുത്തു. അല്ലാതെ യൂറോപ്പ് മുഴുവൻ, കാരണം ഈ സ്വീഡൻ ആണെങ്കിലും ഫിൻലൻഡ് ഇവർക്കൊക്കെ അടുത്താണല്ലോ. അതുകൊണ്ട് അതൊരു തലവേദന. പക്ഷെ അതിന് ഒരു മാസം കൂടെ എങ്ങനെയെങ്കിലും പോയാൽ ജനുവരിയിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണല്ലോ, അമേരിക്ക നാറ്റോയിൽ നിന്ന് പോലും മാറിയെന്ന് വരാം. എന്തായാലും സമാധാനത്തിന്റെ വാർത്തയാണ് ഈ കീഴടങ്ങിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഹിസ്ബുള്ളയുടെ പിന്മാറ്റം ഹമാസിന്റെ പിന്മാറ്റത്തിന്റെ കാരണമായി മാറും. നന്ദി.